ചലഞ്ചുമായിട്ടാണ്. അപ്പൊ ഈ ചലഞ്ചിന് എന്തെങ്കിലും പേരിടണമെങ്കിൽ നിങ്ങൾ അടി കമന്റ് ഗൈസ്. നേരത്തെ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിച്ച എത്ര വ്യൂസും കിട്ടില്ല. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടാ. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഇന്നലെ പഠിച്ച ഞാൻ ഓർമ്മിപ്പിക്കാം. അപ്പൊ ഇന്നലെ പഠിച്ച എന്തിനാന്ന് വെച്ചാല് ഹാസും ഹാവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഹാവ് ആണ് പഠിച്ചത്. ഇതിന് രണ്ടിന്റെ അർത്ഥം ഉണ്ടെന്നാട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ഹാസ് ഉണ്ട് ഹാവും ഉണ്ട് അർത്ഥം ഹാവ് ഉണ്ട് ഹാസ് ഉണ്ട് ഹാവ് ഉണ്ട് അതിന്റെ രണ്ടർത്ഥം ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ഹാവ് പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഹാവ് ആട്ടോ അല്ല ഹാസ് ആട്ടോ പഠിക്കാൻ പോകുന്ന. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അയ്യോ ദേവി. ഈ സബ്ജക്റ്റിന്റെ ഒപ്പം നമുക്ക് ഹാവ് വരും. അപ്പൊ നമ്മൾ ഇന്ന് ഹാസിന്റെ ഒപ്പം ഏതൊക്കെ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നും നമുക്ക് പഠിക്കാട്ടെ. ഇത് ഇന്നലെ പഠിച്ചാട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നത് ഹി ഷീ ഇറ്റ് സിംഗുലർ നെയിംസ്. ഇതിന്റെ ഒപ്പം കൂടെ കേട്ടോ ഹാസ് ഉപയോഗിക്കാം. ഷീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ, ഷീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ, ഇറ്റ് എന്ന് വെച്ചാൽ ഇത്, സിംഗുലർ നെയിംസ് എന്ന് വെച്ചാൽ ഒരു ഒറ്റ നെയിം. അതായത് അത് ഞാൻ, സുധി, ഇങ്ങനത്തെ ഒരു ഒറ്റ നെയിം ഉള്ളത്, ലയ അങ്ങനത്തെ. പിന്നെ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഉദാഹരണങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഹാവിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഉദാഹരണങ്ങൾ എന്നാട്ടാ വരാം, ഉദാഹരണങ്ങൾ ഞാൻ പറയത്തില്ല. ഓക്കെ. അപ്പൊ പിന്നെ ഇതിനകത്ത് ഷീ ഡാഷ് ഹാസ് ആണോ ഹാവ് ആണോ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഹാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ ഉണ്ട് കേട്ടോ ഗൈസ്. ഹാവ് എന്ന് വെച്ചാൽ അത് കുറെ ഉണ്ട്. പക്ഷെ ഹാസ് എന്ന് വെച്ചാൽ ഒരെണ്ണുള്ളൂ ഗൈസ്. ഹാവ് എന്ന് വെച്ചാൽ കുറെ ഉണ്ട്, പക്ഷെ ഹാസ് എന്ന് വെച്ചാൽ ഒരെണ്ണുള്ളൂ. ഷീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അതായത് ഹാസിന്റെ ഒപ്പം, അതായത് ഷീ ഹാസ് എ പെറ്റ് ഡോഗ്, അതായത് അവൾക്കൊരു വളർത്തുനായ ഉണ്ട് ഗൈസ്. റാബ് ഡാഷ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇതിൽ ഏതായിരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിംഗുലർ നെയിം ആണ്, അതായത് ഒറ്റ നെയിം ഉള്ളു, അത് കാണാം ഹാസ് ആയിരിക്കും. റാം ഹാസ് എ ന്യൂ ബാഗ്, അതായത് റാമിനൊരു പുതിയ ബാഗ് ഉണ്ട്. വി ഡാഷ് ഹാസ് ഓർ ഹാവ് എ സ്മോൾ ഗാർഡൻ. വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ ഉള്ളാട്ടോ ഗൈസ്, അതല്ല ഒന്നിൽ കൂടുതലാണ്. അപ്പൊ നമ്മള് ഹാവ് ആണ് ഉപയോഗിക്കാം. അതായത് വി ഹാവ് എ സ്മോൾ ഗാർഡൻ, അതായത് ഞങ്ങൾക്കൊരു ചെറിയ പൂന്തോട്ടമുണ്ട്. ഡിയ ഡാഷ് ഹാസ് ഓർ ഹാവ്. ഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിംഗുലർ നെയിം ആയതുകൊണ്ട്, ഒറ്റ ആളായതുകൊണ്ട് നമുക്ക് അതിന് ഹാസ് കൊടുക്കാട്ടോ. ഡിയ ഹാസ് പെൻസിൽ. ഡിയക്കൊരു പെൻസിൽ ഉണ്ട്. നമ്മൾ ഇതിനൊക്കെ ടിക്കും കൂടി ഇട്ടിട്ടുണ്ടോ. അപ്പൊ അടുത്തെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡാഷ് എ നൈസ് കാർ, അതായത് ഹാവ് ഓർ ഹാവ്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാവി പോലോട്ടെ. അപ്പൊ യു ഹാവ് എ നൈസ് കാർ, അതായത് നിങ്ങൾക്കൊരു നല്ല കാറുണ്ട്. അപ്പൊ നമുക്ക് അതങ്ങോട്ട് ടിക്ക് ചെയ്ത് കൊടുത്തേക്കാം. അടുത്തത് ബേർഡ്സ് വിങ്സ്. ഹാസ് ആണോ ഹാവ് ആണോ ഗൈസ്? അത് നോക്കിയിട്ട് ബേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, അത് കാരണം നമുക്ക് ഹാവ് കൊടുക്കാം. ടിക്കറ്റ് ആവുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് നാളെ അടുത്തൊരു സംഭവം ഇട്ട് വരാട്ടെ. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് 2 വീഡിയോ ഇട്ട് ഇന്നൊക്കെ 98 വീഡിയോസ് കൂടി ഇടണം. 100 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസം പിന്നെ ഒരു 10 ദിവസം കൂടി ആവട്ടോ. ഏകദേശം മഞ്ഞാണ് 3.5 മാസമൊക്കെ ചിലപ്പോ ആവുമായിരിക്കും 100 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മൾ ഇതിനുള്ളൊരു ഇത് കിട്ടിയാട്ടോ ഗൈസ്. യൂട്യൂബ് ചാനൽ ഏതാണെന്ന് പറയാനില്ല.
അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് അല്ല, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഷെയർ കൂടി അയച്ചു ചെയ്യുക. See you the next video.